ഇരുന്നോ ഇരി ഇരി വീഡിയോ എങ്ങനെയുണ്ട്? ആണോ? അധികം ആരുമില്ല, ആ ഒരു വെള്ളത്തിന്റെ ശബ്ദം ഏതോ കാട്ടിലിരിക്കുമ്പോൾ വെളിയിൽ നടക്കുന്ന ഒന്നും അകത്ത് കേൾക്കണ്ട. നല്ല രസമാണ്. വാട്ടർഫോൾ എങ്ങനെയുണ്ട്? വാട്ടർ ക്ലോറിന്റെ മണം അല്ലാതെ വേറെ ഇല്ല. ക്ലോറിന്റെ നാട്ടിൽ അതെ അത് ട്രീറ്റ് ചെയ്ത വെള്ളമാണ്. കൊള്ളാം, നല്ല രസമാണ്. ഇപ്പൊ അങ്ങ് വേറെ ഓക്കെ. അക്വേറിയം. ഇതാണ് അക്വേറിയം. എന്ത് രസമല്ലേ, ഓരോരോ മീനും. അകത്തൂടെ കയറാം അല്ലേ? അതുവഴി പോകാം. എന്തുവാ അത്? അത് പിരാനയാണോ? അവര് കേജ് ഇട്ടേക്കണം, അതുകൊണ്ട് ആൾക്കാർ പോകും. ആ നല്ല ഇതുണ്ടല്ലോ ആൾക്കാർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഷാർക്ക് അവിടെ ഉണ്ട്. ഷാർക്ക് അവർക്ക് ഫുഡ് ഇടുന്ന ടൈം ആയെങ്കിൽ അതും കൂടെ കാണാമായിരുന്നു. സൂപ്പർ അല്ലേ? നമുക്ക് കടലിൻ്റെ അടിയിൽ നിന്ന് നോക്കാൻ പറ്റൂല, പക്ഷേ ആ ഒരു ഫീലുണ്ട് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ. പറഞ്ഞുണ്ടോ ഇത് വാലുണ്ടോ? തെരണ്ടി വാലുണ്ടോ? എൻ്റെ വാലില്ല. ഷാർക്ക് വേറൊരു കൊമ്പം പറഞ്ഞതാ. ഓഹോ ഹോ 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 തെരണ്ടി. അവിടെ ഇനി താഴെയുള്ളവരെല്ലാം മേലോട്ട് വാ. വലിയ മീനുണ്ടല്ലോ അത് താഴെ. അത് തോന്നുന്നതായിരിക്കും. അതേ ഇതുണ്ടോ? അത് ഒറിജിനലി അത് എത്ര വലുതാ? നമ്മളെ കണ്ട വെയിലൊക്കെ അത്ര വലിപ്പമായിരുന്നല്ലോ.
കണ്ടോ ഇതിന്റെ വലിപ്പം നോക്കി. അപ്പോൾ വരും എല്ലാം നമ്മുടെ ഇപ്പോൾ മേലോട്ട് വരും. എണ്ണ എടുത്ത് പൊരിച്ചാൽ മൊത്തം കല്യാണത്തിന് ഓ നൈസ് നൈസ് നൈസ്, അടിപൊളി. കുഞ്ഞുനോലി പോവാം. അവന്മാർ ഇങ്ങോട്ട് നീന്തി വന്നു. ഇതാണ് താഴെ കാശ് കൊടുക്കുന്നത്. പക്ഷെ മേളിൽ നിന്നുള്ള വ്യൂ പോലെ അല്ല താഴെ. അവിടെ മീൻ ഇച്ചിരി കൂടുതല. പക്ഷെ ഇവിടെ നമുക്ക് സുഖമായിട്ടാണ്. ഇതിന് വലിപ്പം നോക്കില്ല. നമ്മൾ വീട് കാണാൻ കണ്ടില്ല. ഇതിനെയൊക്കെയാണ് മറ്റേ അവന്മാർ ചൂണ്ടയിൽ പിടിച്ചിട്ട് ഇത്ര കിലോ അത്ര കിലോ എന്ന് പറയണേ. ചത്ത് കിടക്കാൻ മീൻ ഇല്ലല്ലോ, ഒരെണ്ണം ചത്തതുപോലെ കിടക്കണം. ഉണ്ട് വാലനങ്ങളുണ്ട് ചെറുതായിട്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് ദുബായ് മാളാണ്. എന്തുകൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഇത് ദുബായ് അക്വേറിയം കണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വാട്ടർഫാൾ കണ്ട്. സോ ബ്യൂട്ടിഫുൾ. ആരാ ദുബായ് മാള്. പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നത്. വീഡിയോ ഇടുന്നതായിരിക്കും, എല്ലാത്തിൻ്റെയും വീഡിയോ ഇടാം. ദുബായ് മാളിൻ്റെ വേറൊന്നുമില്ല. ഫൗണ്ടൻ ആണല്ലേ ഇപ്പോൾ അവിടെ. മറ്റേ ആ മൂവി റിലീസ് ചെയ്യുന്ന സമയത്തല്ല ആ ഒരു മറ്റേ ഹാപ്പി ന്യൂ ഇയർ സിനിമയിലൊക്കെ ഷാറൂഖ് ഖാൻ്റെ മറ്റേ അവർ ടീം ജയിക്കുമ്പോൾ ഫൗണ്ടനിൽ കാണിക്കുന്നത്. ഇത് ബുർജ് ഖലീഫ അല്ല. കാണിക്കാലോ. സോ ഗൈസ് ദാ കാണുക. ഗൈസ് നമ്മൾ ബുർജ് ഖലീഫയുടെ മൂട്ടിലാണ്. നിങ്ങൾ ചുറ്റും കാണാം. എന്താ ഇവിടെ എല്ലാവരും നിന്ന് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ പോയത് ഇതവിടെ കണ്ട കുറച്ച് മനുഷ്യർ തൂങ്ങിക്കിടന്ന് പണിയാണത്. ഇതാണ് നമ്മൾ കാണുന്ന ദുബായ് അല്ല. യഥാർത്ഥ ദുബായ് ഉണ്ടാക്കിയത് ഇവരാണ്, ഇവരെല്ലാമാണ്. ഇവരിങ്ങനെ ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളാണ്. മറ്റേ എല്ലാവരും ഗൾഫിലാണെന്ന് പറയുമ്പോഴും അവർ ഗൾഫിലായാലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്നാണ് അവരുടെ ഓരോ പൈസയും. അവരുടെ കഷ്ടപ്പാട് ഇപ്പോൾ പറഞ്ഞാലും നമുക്കറിയാൻ പറ്റൂല. കാണുമ്പോൾ എത്ര ഹൈറ്റിലാണ് കിടന്ന് അവർ പണിയണേ നോക്കണം അല്ലേ. ഈ വെയിലത്ത് അവർ കയറ് കെട്ടി തൂങ്ങിയാണ് ഇത് ചെയ്യണത്, വാഷ് ചെയ്യണത്. അത്
വാവ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ നോക്കണം. ഇവിടെ തണലുണ്ട്. പെട്ടെന്ന് നല്ലൊരു വരുമ്പോൾ ഒരു ആശ്വാസം. ഞാൻ വെട്ടുകാട് പോയപ്പോൾ ഇതേപോലെ വീഡിയോ, വെട്ടുകാടിൻ്റെ ഉത്സവം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. വെട്ടുകാട് കേട്ടില്ലേ? വെട്ടുകാട് പള്ളി, വെട്ടുകാട് പള്ളി കേട്ടിട്ടില്ല? വെട്ടുകാട് പള്ളിയിൽ ഉത്സവം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതുവരെയായിട്ടും പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് എഡിറ്റിംഗ് പണിപ്പുരയിൽ ഇട്ടേക്കുന്നതേ ഉള്ളൂ. അത് ഹിയർ ഈസ് ദുബായ്. ദുബായിയുടെ മെയിൻ സ്ഥലമാണല്ലേ ഇത്? താരം, തങ്ങൾ താരം. ഈ ഇതാണ് ഫൗണ്ടൻ ഷോ നടക്കുന്നത്. ഫൗണ്ടൻ ഷോ ഇവിടെ അല്ലേ? നൈറ്റില് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അവരിവിടെ സ്റ്റാർട്ടാക്കും ഇല്ലേ? ഫൗണ്ടൻ ഷോ സ്റ്റാർട്ടാവും. നമുക്കത് കാണാം. ഇവിടെയാണ് മൂവി സ്റ്റാർസ് ഒക്കെ വരുമ്പം അവരുടെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന മൂവീസിലൊക്കെ. അതേപോലെ ബുർജ് ഖലീഫ ഈ ഫേസ് ഇവർ ലൈറ്റ് ഇടുമല്ലേ? ഇപ്പം നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഇന്ത്യയുടെ ഫ്ലാഗിന്റെ കളറൊക്കെ ആയിരുന്നു. അതേപോലെ ഓരോ ഷാറുഖ് ഖാന്റെ ഒരു മൂവി റിലീസിനൊക്കെ ഒരു ട്രെയിലറൊക്കെ ഇതിനകത്തായിരുന്നു പ്ലേ ചെയ്തൊക്കെ ബുർജ് ഖലീഫയിൽ. ആ കാണുന്ന ലൈറ്റ്സ് ഒക്കെയാണ്, അതൊക്കെയാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ആൾക്കാർ ക്ലീൻ ചെയ്ത് കാണാം. സൂം ചെയ്താൽ അവരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ എന്ത് പാവം തോന്നുന്നത്. പിന്നെ അവരവരോ ജോലി ചെയ്യുന്നു. അതെ, അതുകൊണ്ടാണ് എന്നെ മണ്ടയിൽ ഒരാൾ വെള്ളം അടിക്കുക, ക്ലീൻ ചെയ്യുക ചെയ്യാണ്. അറിയണ്ട ഒറ്റയ്ക്ക് ചെയ്യുന്ന. ദുബായ് ആസ്വദിക്കാൻ വരുന്ന സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് എല്ലാവരും കയറ്റത്തുള്ളൂ. ദുബായ് ആസ്വദിക്കാൻ വരുന്നവരും പിന്നെ ദുബായ് ജോലി ചെയ്യാൻ വരുന്നവർ രണ്ടുപേരെയും കാണാം ഒരേ സ്ഥലത്ത് നമുക്ക്. ദുബായ് ഫൗണ്ടൻ ഷോ. നൈസ്. അടിച്ച് തെറിപ്പിക്കുകയാണ്. കറക്റ്റ് നമ്മള് സ്ഥലത്ത് നൈറ്റ് ആണെങ്കിൽ ഇതിനേക്കാൾ രസമാണ് അല്ലേ? നൈറ്റ് ഒരു ലൈറ്റും കൂടെ ഇടും. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ടത്. അടിച്ച് തെറിപ്പിക്കുകയാണ്. മോനെ ഓ ഓ ഓ നൈസ് നൈസ്. ഇത് തന്നെ ഞാൻ മറ്റേ ഇതിൽ കണ്ടത്. ഹാപ്പി ന്യൂ ഇയർ സിനിമയില്ലേ ഷാറുഖ് ഖാൻ്റെ? ഓ വെള്ളം നിന്ന് കളിക്കണ്. ഒളിപ്പിക്കുമാര്. പടക്കമുണ്ടോ? Oh, nice. എയർപോർട്ടാണ്.
സ്ഥലത്തിന് ഫ്ലൈ ഓവേഴ്സ് കിട്ടിയത്. ഓ ഇത് കൊള്ളാൻ നല്ല വലുതാണല്ലോ. അത്ര വീതി കാണുമ്പോ മറ്റേ റൺവേ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഇതിന്റെ മേളിൽ? മാക്സ് സ്പീഡ് 80. നിങ്ങൾ കാണൂ ഗൈസ്, നിങ്ങൾ കണ്ട് ആസ്വദിക്കും. പന, പൂക്കൾ, റോഡ്, ആകാശം. മരുഭൂമിയിൽ പിന്നെ തേങ്ങ കാണിച്ചു തരാൻ പറ്റുമോ? അയ്യപ്പാ. ഇതൊക്കെ ഏതോ ഷെയ്ഖിന്റെ വീടാണ്, കൊട്ടാരം. വീടെന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റൂല. അൽ തലാൽ. ഈന്തപ്പഴമൊക്കെ വെട്ടിയെടുത്തേക്കും. വീണ്ടും ഗിയർ താക്കണം, ബ്രേക്ക് അതിന് ആ ഗിയർ എങ്ങനെ പൊട്ടെന്ന് വിചാരിച്ചു. അവൻ പൊക്കി. നിന്റെ മടി വേണ്ട, നീ ഇറങ്ങാൻ. ട്രാഫിക്